ഞാൻ പറയാം. ഡോക്ടറോടെല്ലാം തുറന്നു പറയേണ്ടതല്ലേ അവള്. എന്താണ് കുറച്ചുനേരം ആയാലും രണ്ടുപേരും കൂടി ഒരു മുറുകിയ ചർച്ച? ഒരു ചർച്ചയില്ല. ഇതെന്താ, ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ? നമ്മുടെ പിന്നെ എന്ത് ഡോക്ടറില്ലേ? ഓ, എന്നെ ആദ്യം ഈ ഭൂലോകത്തേക്ക് കൈപിടിച്ച് കയറ്റിയ ഗൈനക്കോളജിസ്റ്റ് ഹിന്ദു. എന്താ പുതിയ കേസ് കെട്ട് വല്ലതുണ്ടോ? എന്ത് കേസ് കെട്ട്? അല്ല, അവരെന്നാ അച്ഛന്റെ ഹെൽപ്പ് ചോദിച്ചു വന്നിരുന്നല്ലോ ഒരു ഫ്ലാറ്റിന്റെ കേസിന്. ഡോക്ടർ ഇപ്പൊ മംഗലാപുരത്ത് നിന്ന് നാട്ടിലേക്ക് വന്നു. അപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല, മോൾക്ക് എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞില്ലേ? വയ്ക്കൂ. അമ്മ കൊറേ നേരം ആയല്ലോ എന്നെ ഓടിക്കാൻ നോക്കുന്നു. എന്താ ഡോക്ടറോട് നിങ്ങൾക്ക് എന്തെങ്കിലും രഹസ്യം പറയാനുണ്ടോ? ഡോക്ടറോട് ഞങ്ങൾക്ക് എന്ത് രഹസ്യം? ഒന്നുമില്ല. മോൾ എവിടെയും പോണ്ട. നീ ഡോക്ടറെ നിന്നെയും കണ്ടിട്ട് കുറെ നാളായില്ലേ? അയ്യോ, ഞാനില്ലേ, എനിക്കിപ്പോ ഡോക്ടറെ കാണാനും സംസാരിക്കാനും ഒട്ടും സമയമില്ല. എന്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കാത്തിരിക്കുക. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ശരി. ഞാൻ കണ്ടോ പിന്നെ എന്നെ ഒഴിവാക്കാനായിട്ട് നോക്കുന്നു. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്നാ ഞാനും അങ്ങനെ പറഞ്ഞതല്ല. ചാച്ചാ. മോളെ, സുഖായിരിക്കുന്നു? സുഖായിരിക്കുന്നു. തുളസിമോള് വല്ലാതെ ക്ഷീണിച്ചല്ലോ. അത് അച്ഛനും അമ്മയും ഒന്നും തിന്നാൻ തരാഞ്ഞിട്ടാ ഡോക്ടറെ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. തുളസി നല്ല സ്മാർട്ടാണല്ലോ. ഡോക്ടർ അകത്തേക്ക് ഇരിക്കും, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ. നല്ല കുട്ടി. അവളെ ഞങ്ങൾ എത്ര ഫ്രീ ആയിട്ടാ വളർത്തിയത്. അതുകൊണ്ടാ ആളും തരവൊന്നും നോക്കാതെ അവള് സംസാരിക്കുന്നത്. ഡോക്ടർ ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? പെൺകുട്ടികളായ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ പെൺകുട്ടികളെ വളർത്തേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ 100-ൽ 100 മാർക്ക് തരും. അകത്തേക്ക് ഇരിക്കാം ഡോക്ടർ. വരൂ. ഇരിക്കും ഡോക്ടർ. ഞാൻ ചായ എടുക്കാം. മധുരം കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. താങ്ക് യു. എന്ത് ഹെൽപ്പാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? പറഞ്ഞല്ലോ, ആദിത്യന്റെ തുളസിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് പ്രസയും ദുർഗേച്ചിയും അറിയണം. അതിനിയും വൈകിക്കൂടും. ഡോക്ടർ തന്നെ ആ കാര്യം പ്രസാദേട്ടനോട് പറയണം. നിങ്ങൾക്ക് പറയാൻ പാടില്ലായിരുന്നോ? അത് വർഷം ഒരുപാട് കഴിഞ്ഞില്ലേ മാഡം? എന്തുകൊണ്ട് ഇത്രയും കാലം ഈ ഒരു രഹസ്യം ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് അവര് ചോദിച്ച? മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ പ്രസയും ദുർഗേച്ചിയും അത് വിശ്വസിക്കണമെന്നില്ല. ഡോക്ടറാവുമ്പോ അവർക്കത് നിഷേധിക്കാൻ കഴിയില്ല. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ? അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട് മാഡം. ഇനി ഈ ഭാരം നെഞ്ചിൽ താങ്ങി നടക്കാൻ ഞങ്ങളെ കൊണ്ട് വയ്യ. തുളസി ACP കൃഷ്ണപ്രസാദിന്റെ മകളാണ്. കൃഷ്ണപ്രസാദിനെ സംബന്ധിച്ച് അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സത്യമാണ്. പ്രസേത് അംഗീകരിക്കാൻ തയ്യാറാവില്ലെന്നറിയാം. ദുർഗേച്ചിയും ഒരു കാരണവശാലും അത് സമ്മതിച്ചു തരില്ല. ആ സ്ഥിതിക്ക് ആ രഹസ്യം നമ്മൾ 3 പേരിൽ ഒതുങ്ങുന്നതല്ലേ നല്ലത്? പ്രസ ഇപ്പൊ പഴയ ആളല്ല. തുളസിന്ന് വെച്ചാ പ്രസയ്ക്ക് ജീവനായിരുന്നു. പക്ഷേ ഇപ്പൊ ഒരു കാരണമില്ലാതെ പ്രസ തുളസി വെറുക്കുന്നു. സ്വന്തം മകളാണ് തുളസി എന്നറിഞ്ഞ പ്രസാദേട്ടൻ ഒരിക്കലും അവളോട് അങ്ങനെയൊന്നും പെരുമാറില്ല. അപ്പോ ആദ്യത്തിനെ തിരിച്ചു കിട്ടുക എന്നതിനേക്കാൾ പ്രാധാന്യം
തുളസിക്ക് അവളുടെ യഥാർത്ഥ അച്ഛന്റെ സ്നേഹം ലഭിക്കണം. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായും. അപ്പോ ആദിത്യനും തുളസിയും വിവാഹിതരാകാൻ പോകുന്നു എന്ന് പറഞ്ഞത്? അത് നടക്കണമെങ്കിൽ പ്രസാദേട്ടൻ ഈ സത്യം അറിയണം. ഓക്കെ. ഇപ്പോഴാണ് എനിക്ക് കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. ഷോ, പ്രസാദിനെ കണ്ട് സംസാരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഹലോ സർ, ഞാൻ ഡോക്ടർ ഇന്ദു. സാറിന് എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഡോക്ടർ ഇന്ദു, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു ആണോ? അതെ. അപ്പൊ എന്നെ മറന്നിട്ടില്ല. അങ്ങനെ മറന്നാ ശരിയാവില്ലല്ലോ. ഡോക്ടർ ഇപ്പൊ നാട്ടിലുണ്ടോ? ഉണ്ട്. ഞാൻ മംഗലാപുരത്തായിരുന്നു. ഇപ്പോ ഒരു അത്യാവശ്യ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാ. എന്നോടോ? അതെ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. തിരക്കെല്ലാം കഴിഞ്ഞു മതി. അല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല. മംഗലാപുരത്തുനിന്ന് എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണെങ്കിൽ എന്തെങ്കിലും സീരിയസ് മാറ്റർ ആയിരിക്കുമല്ലോ. സീരിയസ് ആണ്. സാറിന് എപ്പോ മീറ്റ് ചെയ്യാൻ പറ്റും? എന്തായാലും ഡോക്ടർ വരൂ, ഞാൻ ഓഫീസിലുണ്ട്. കുറച്ച് സമയം മതിയാവുമല്ലോ അല്ലേ? ആ, മതിയാവും. ആ, ഓക്കെ, വരൂ. താങ്ക് യു സർ. എപ്പോഴാ ചെല്ലാൻ പറഞ്ഞത്? ഇപ്പൊ തന്നെ ചെല്ലാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ഡോക്ടർ പ്രസാദേട്ടനോട് പറയണം. അതിനുവേണ്ടിയല്ലേ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെന്തിനു പേടിക്കണം? ഇന്നു മുതൽ തുളസിയുടെ അച്ഛൻ ACP കൃഷ്ണപ്രസാദ് ആയിരിക്കും. പോരെ? ഒരുപാട് നന്ദിയുണ്ട്. സാറ് നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പൊ തന്നെ കമ്മീഷണർ ഓഫീസിലേക്ക് പോവാം. അതെ, അതാ നല്ലത്. അയ്യോ, ഒന്നും കഴിച്ചില്ലല്ലോ. കോഫി കുടിച്ചല്ലോ, അത് മതി. വിശദമായിട്ട് കഴിക്കാൻ സമയം വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് സദ്യ തന്നെ ആയിക്കളയാം. എന്നാ ഞാൻ വൈകുന്നില്ല. ആ, ശരി. ശരി. പ്രസാദ് സാറിനെ കണ്ട ശേഷം ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരാം. വലിയ ഉപകാരം. ശരി. ഈശ്വര, ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്ന് ആർക്കറിയാം. പ്രസ് എല്ലാ കാര്യങ്ങളും അംഗീകരിക്കും. അതാ ഉണ്ടാവാൻ പോകുന്നത്. എന്തിനും തന്റേതായ അഭിപ്രായമുള്ള തുളസി മോളോ? അവൾക്ക് പ്രസാദേട്ടനെ അച്ഛനായിട്ട് കാണാൻ കഴിയോ ചെയ്യട്ടെ? ദുർഗേച്ചി ഇതറിയുമ്പോ, പെൺകുഞ്ഞിനെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ദുർഗേച്ചി ഈ സത്യം അറിയുമ്പോ എന്തായിരിക്കും പറയുക? എല്ലാം നമ്മൾ പഠിച്ചുണ്ടാക്കിയ കെട്ടുകഥകളാണെന്ന് പറയില്ലെന്ന് എന്താ ഉറപ്പ്? നമ്മളല്ലല്ലോ, ഡോക്ടർ ഇന്ദു. അതായത് ആദ്യം തുളസിയും യഥാർത്ഥത്തിൽ ആരുടെ മക്കളാണെന്ന് അറിയാവുന്ന ആളല്ലേ പ്രസയോട് കാര്യം പറയുന്നത്. ഡോക്ടറുടെ വാക്കിനെ തള്ളിക്കളയാൻ പ്രസയ്ക്കും ദുർഗേച്ചിക്കും കഴിയില്ല. കഴിയരുതേ എന്ന് പ്രാർത്ഥിക്കാം. ഉം. എല്ലാവരും അംഗീകരിച്ചാലും ആദി അവൻ... നീ വിഷമിക്കാതിരിക്ക. ആദ്യത്തെ കടമ്പ പ്രസയാണ്. പ്രസ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാവരെയും നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരിയാണ്. ആദ്യം പ്രസാദേട്ടൻ എന്തു പറയുന്നെന്ന് അറിയണം.
തുളസിയുടെ ഫോട്ടോ നോക്കിയിരിക്കുകയാണല്ലേ. ഇവന്റെ മനസ്സിൽ തുളസിയെക്കുറിച്ചുള്ള സ്നേഹം കുറെ കൂടി കുത്തിക്കേറ്റണം. ആ മോഹവലയത്തിൽപ്പെട്ട് ആദ്യ തുളസിയുമായി ഒളിച്ചോടണം. ആ ഒളിച്ചോട്ടത്തിൽ വെച്ച് ഇവനെയും തുളസിയും പിടികൂടണം. എന്നിട്ട് ഒളിച്ചോട്ടത്തിന് കാരണം പ്രിയയാണെന്ന് വരുത്തി തീർക്കണം. അല്ല, സുലുവിന്റെ എന്താ ഇവിടെ? അത് മോനെ ഞാനൊരു സ്വപ്നം കാണുമായിരുന്നു. സ്വപ്നോ? എന്ത് സ്വപ്നം? പിന്നെ ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നേ. സ്വപ്ന അവസാനം തവിടുപൊടിയായ കഥയല്ലേ? അമ്മ കേട്ടായിരുന്നല്ലേ? നല്ല കഥയായിരുന്നു. എനിക്ക് തോന്നി. എന്ത്? മോൻ തുളസിയെ ഓർത്ത് അവളുടെ ഫോട്ടോയും നോക്കി ഇരിക്കാവൂന്ന്. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാലേ അങ്ങനെയൊക്കെ വേണം. ആരെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നവരുടെ മനസ്സ് എനിക്കറിയാം. സുലു ആന്റി ഇതുവരെയും ആരെയും സ്നേഹിച്ചിട്ടില്ലേ? എന്നെയൊക്കെ ആരെ സ്നേഹിക്കാനാ മോനെ? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഒരു ഭാഗ്യം വേണം. ആദ്യം തുളസിയും ഒരുപാട് ഭാഗ്യം ചെയ്തവരാ. ഭാഗ്യം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ആന്റി, അതൊക്കെ അനുഭവിക്കാൻ പറ്റണ്ടേ? ആര് പറഞ്ഞു അനുഭവിക്കാൻ പറ്റില്ലെന്ന്? ഞാൻ എന്തായാലും ആദ്യയുടെയും തുളസിയുടെയും ഭാഗത്താ. അമ്മയെ കാണുമ്പോ അമ്മയുടെ ഭാഗത്തും അല്ലേ? അതെനിക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ മോനെ. ദുർഗേച്ചി എനിക്ക് സ്വന്തം ചേച്ചി തന്നെയാ. ചേച്ചി പറയുന്നത് അനുസരിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ദേ, പക്ഷേ ഹൃദയം കൊണ്ട് ഞാൻ നിന്റെയും തുളസിയുടെയും ഭാഗത്തായിരിക്കും. സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് അടുത്ത ജന്മത്തിൽ ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാവുന്നല്ലേ? എനിക്കറിയില്ല. എന്നാ അങ്ങനെ ഒന്നുണ്ട്. ബൈബിളിലാണെന്ന് തോന്നുന്നു. അതോ ഇനി മഹാഭാരതത്തിലാണോന്നോ അറിയില്ല. സുലു ആന്റിക്ക് അടുത്ത ജന്മത്തിലല്ല, ഈ ജന്മത്തിൽ തന്നെ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും. നിന്റേതൊരു നല്ല മനസ്സാതി. അതുകൊണ്ട് മോൻ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. എന്റെ ഉള്ളിൽ ഒരു സങ്കടം വന്ന് നീറുന്നുണ്ട്. എന്തെങ്കിലും ക്യാഷിന്റെ പ്രശ്നമാണോ? പണം ആർക്ക് വേണം? ചോദിച്ചാലേ ദുർഗേച്ചി ഇഷ്ടം പോലെ വാരിക്കോരി തരും. പക്ഷേ അതൊന്നും സുലുവിന് വേണ്ട. പിന്നെ എന്താ ആന്റിയുടെ സങ്കടം? നിന്നെയും തുളസിയും ഒന്നിപ്പിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നുള്ള സങ്കടം. ഞങ്ങൾ ഒന്നിപ്പിക്കാനേ സുലു ആന്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്കൊന്നാവാൻ പറ്റില്ല മക്കളെ. അതെന്താ? പറയാന്റി. അത് അടുത്ത ദിവസം തന്നെ ആതിരയും നീയുമുള്ള വിവാഹം നടക്കും. ഞാൻ ആതിര വിവാഹം കഴിക്കാനോ? അതൊന്നും അറിയില്ല. അച്ഛനും അമ്മയും നിർബന്ധിച്ചാ നിനക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? എന്റെ കാര്യങ്ങളെ അത് തീരുമാനിക്കുന്നത് ഞാനാ. ഞാൻ ആരെ വിവാഹം കഴിക്കണമെന്ന് അച്ഛനും അമ്മയും അല്ല തീരുമാനിക്കേണ്ടത്. ഒരു വാശിക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഈ വീട്ടില് അങ്ങനെ ചില നീക്കുപോക്കുകളൊക്കെ നടക്കുന്നുണ്ട്. സുലു ആന്റിയോട് ആരാ ഇത് പറഞ്ഞത്? ഈ വീട്ടിൽ എനിക്കറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ? സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ട് സുലു ആന്റിക്ക്. അതുകൊണ്ട് പറയുക, ആ പൊട്ടിപ്പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപ് നീ തുളസിയും കൊണ്ട് എവിടേക്കെങ്കിലും ഒളിച്ചോടി പോവാൻ നോക്ക്. എന്നിട്ട് ഏതെങ്കിലും രാജ്യത്ത് പോയി നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്ക്. നമുക്കിഷ്ടപ്പെട്ടവരെ വേണം നമ്മൾ വിവാഹം കഴിക്കാൻ. നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ വേണം നമ്മൾ ജീവിക്കാൻ. അല്ലാതെ അച്ഛനും അമ്മയും അടിച്ചേൽപ്പിക്കുന്ന ആ ആതിരയോടൊപ്പം ജീവിച്ച നിന്റെയും തുളസിയുടെയും ജീവിതം പിന്നെ എന്തിനു കൊള്ളാം മോനെ?
അച്ഛനെയും അമ്മയും ധിക്കരിച്ച് ഒളിച്ചോടാൻ നിനക്ക് വിഷമം കാണുമെന്നറിയാം. നീ വിഷമിക്കണ്ട. അവരുടെ സങ്കടവും ദേഷ്യവും എല്ലാം ഉടനെ ഇല്ലാതാവൂ. നിങ്ങൾ നാട് വിട്ടാ 4 നാൾ പ്രസാദ് സാറ് നിങ്ങളെ രണ്ടുപേരെയും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സുലുവാന്റി, അത് നിങ്ങൾ ഒന്നിക്കണം മക്കളെ. അതുകൊണ്ടാ ഞാൻ എന്റെ ദുർഗേച്ചിയെ പോലും മറന്നുകൊണ്ട് ഈ രഹസ്യം നിന്നോട് പറഞ്ഞത്. ഞാൻ പാപിയാ മോനെ. എന്റെ ദുർഗേച്ചിയെ വഞ്ചിച്ച മഹാപാപി. എല്ലാം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പോയതാ. നിങ്ങളുടെ സ്നേഹം അതൊരിക്കലും നഷ്ടപ്പെടരുത്, അതുകൊണ്ട് മാത്രം പറഞ്ഞു പോയതാ. ഈ കാരണത്തിന് ദൈവം എന്നെ ശിക്ഷിച്ചോട്ടെ. യെസ്, ആ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഓക്കെ. ഇല്ല, ആ ഫയൽ എത്തിക്കാൻ പറയൂ. ഞാൻ നോക്കിയിട്ട് പറയാം. അവരെത്ര പേരുണ്ട്? ആ ആയിക്കോട്ടെ, നാളെ തന്നെ എത്തിക്കാൻ പറയും. കേട്ടോ? ശരി, ഓക്കെ. സർ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആരാ? ഡോക്ടറാണെന്നാ പറഞ്ഞേ. ഡോക്ടർ എന്തു? ഓ, വരാൻ പറയൂ. സർ, May I come in, sir? യെസ്, come in. Please take your seat. Thank you, sir. സാറ് തിരക്കിലാണെന്നറിയാം. എനിക്ക് ഉടനെ തന്നെ തിരിച്ചു പോവേണ്ടതുണ്ട്. അതുകൊണ്ടാ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വന്നത്. അത് സാരമില്ല. മംഗലാപുരത്തുനിന്ന് എന്നെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നതെങ്കിൽ അതിലെന്തെങ്കിലും പ്രത്യേകത കാണുമല്ലോ. തീർച്ചയായും. പക്ഷേ ഈ കാര്യം സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ ആയിരുന്നില്ല. പുറത്തെവിടെയെങ്കിലും ആയിരുന്നു. ഓ സോറി. ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ എനിക്കിപ്പോ വരാനാവില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മാറി നിന്ന് സംസാരിക്കാം. ദാറ്റ്സ് ഓക്കെ. Yeah, please. ഓക്കെ, പറയൂ. ഞാൻ എങ്ങനെയാ ഡോക്ടറെ സഹായിക്കേണ്ടത്? എന്ത് ഹെൽപ്പാണ് ഡോക്ടർ എന്റെ അടുത്ത് പ്രതീക്ഷിക്കുന്നത്? സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ലെന്നറിയാം. യാ, ഓഫ് കോഴ്സ്. ചില കാര്യങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ നമുക്ക് രഹസ്യമാക്കി വെക്കേണ്ടി വരും. അത്തരമൊരു രഹസ്യത്തെ പറ്റി പറയാനാ ഞാൻ വന്നത്. ജീവിതം ചിലപ്പോ അങ്ങനെയൊക്കെയാണ്, അല്ലേ സർ? യെസ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ലൈഫ് മൂവ് ചെയ്യണമെന്ന് പറയുന്നത് വിട്ടിത്വമാണ്. ഞാനിത് പറയുമ്പോ സർ ക്ഷമയോടെ കേൾക്കണം. To err is human, to forgive is divine എന്നല്ലേ? തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അത് ക്ഷമിക്കാൻ ദൈവികമായ ഒരു മനസ്സ് തന്നെ വേണം. ഡോക്ടർ ഇതുവരെ കാര്യം പറഞ്ഞില്ല. ഒരാളൊരു തെറ്റ് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അയാൾ തന്റെ തെറ്റ് തിരുത്താൻ ഒരു അവസരം ചോദിക്കുന്നുവെന്ന് കരുത്. ചോദിക്കല്ല, യാചിക്കുന്നു. അതാണ് കറക്റ്റ്. എന്തെങ്കിലും ക്രിമിനൽ കുറ്റമാണോ? അതെനിക്കറിയില്ല. ഒരു വലിയ രഹസ്യം മൂടി വെക്കുകയായിരുന്നു. അവർക്കിപ്പോ അത് തുറന്നു പറയണമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ
ആ രഹസ്യം എന്താണെന്ന് എന്നോട് പറയൂ.